നീങ്ങു പോന്ന അവിടെ ആരാ വേദരെടുത്ത്? അവിടെ ഡോക്ടറും നഴ്സുമാരൊക്കെ ഇല്ലേ? നീ എന്തെങ്ങനെ കണ്ണിച്ചോറല്ല സംസാരിക്കുന്നേ? വേദ അവിടെ തലയും വാലും ഇല്ലാതെ കിടക്കുമ്പോ നിനക്കെങ്ങനെ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നേ? വേദയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് വെച്ച് മരിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുന്നീലേ. ഇവളുടെ പരവേശം കണ്ടാ തോന്നും വേദ ഇവളുടെ സ്വന്തം ചേച്ചിയാണെന്ന്. വേദയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത ടെൻഷനാ ഇവൾക്ക്. അത് പിന്നെ ഇല്ലാതിരിക്കോ? എന്റെ ഫ്രണ്ടാ വേദ. മനസ്സുകൊണ്ട് നീലിന്റെ ഭാര്യ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചവള് ആ വേദയാ ഇപ്പൊ ഇവൻ കാരണം മനസ്സിന്റെ സമനില തെറ്റി കിടക്കുന്നത്. വേദ ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. നീലിനെ സ്നേഹിച്ചു. ഇവൻ കൊടുത്ത സ്വപ്നങ്ങൾ മുഴുവൻ ശരിയാണെന്ന് വിശ്വസിച്ചു. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്കാ സങ്കടം താങ്ങാൻ പറ്റാതെ വരുമ്പോ ഭ്രാന്ത് വരിക. ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടായിരിക്കും നിനക്കത് വരാത്തത്. ചുമ്മാ തമാശക്കല്ലേ നീ? തിരിച്ചു വന്നത് ഒട്ടും ശരിയായില്ല. ഇന്ന് രാത്രി കൂടെ ഉണ്ടാവണമെന്ന് വേദ നിന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ? നിനക്ക് കേൾക്കായിരുന്നു. തെറ്റായിപ്പോയി. നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ക്രൂരിയാ നീ. ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. വേദ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇവിടെ ഇരുന്ന് ആരും സൂഹിക്കണ്ട. നീ ഇതൊന്ന് കഴിക്കുമോളെ. വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? മോളോ? ഞാൻ ആരുടെയും മോളൊന്നുമല്ല. പോ. ഇവൾക്ക് ഭക്ഷണം വേണ്ടാന്ന്. ഹെവി ഡോസ് മരുന്ന് അകത്തേക്ക് പോകുന്നേ. ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനാ? എന്താ മോളെ ഇത്? പിന്നെ മോള്, നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോഴേക്കും കരച്ചില് തുടങ്ങി. എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ ഈ സ്വഭാവം. നീല് വരട്ടെ. നിങ്ങളെ ഒന്നും എന്റെ 7 ഇലത്ത് വരുത്തരുതെന്ന് ഞാൻ നീലിനോട് പറയും. അല്ല, പറഞ്ഞതുപോലെ നീലെത്തിയില്ലല്ലോ. നീൽ പറഞ്ഞ് നാക്കെടുത്തില്ല. എത്തി. മുടിഞ്ഞ ആയിസ. എവിടെയായിരുന്നു നീൽ ഇതുവരെ? എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് മുങ്ങുന്നേ? ഇവിടെ എന്റെ കൂടെ താമസിച്ചൂടെ സ്ഥിരമായിട്ട്? ഇവള് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോ നീല് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ പുറത്തിരിക്കാം. വേദ എന്താ കഴിക്കാതിരുന്നത്? ടേസ്റ്റ് ഇല്ല. നീല് പറഞ്ഞാ ഞാൻ കഴിക്കും. നീല് പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എന്നാ ഫുഡ് കഴിക്ക്. ഞാനായിട്ട് ഒരിക്കലും സ്വാധീനം വേണ്ടെന്ന് വെക്കില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷേ സ്വാതിയാണ് എന്നെ നിർബന്ധിക്കുന്നത്. വേദയ്ക്ക് വേണ്ടി എന്ത് വലിയ ത്യാഗം ചെയ്യാനും അവൾ ഒരുക്കമാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് ഞാനല്ലേ? അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിലൊരുപാട് ശരികളുമുണ്ട്. ആ ശരികളിൽ തെറ്റുകാരന്റെ മുഖം അതെന്റെ മാത്രമാണ് ഗിരി. എന്റെ പക്വതയില്ലായ്മ, പിടിപ്പുകേട്, അതിന്റെ ഇരകളാണ് സ്വാതിയും വേദയും. ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത് മുഴുവൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു. പണ്ട് വേദയ്ക്ക് വേണ്ടി ബാധിച്ചതും ഇപ്പൊ സ്വാതിക്ക് വേണ്ടി ബാധിക്കുന്നതും ഒക്കെ എന്റെ സൗകര്യത്തിനനുസരിച്ചാ. എളുപ്പത്തിൽ വെച്ചു മാറാൻ കഴിയുന്ന ഒന്നല്ല ജീവിതമെന്ന പാഠം ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നമ്മളെ വിട്ടുകളഞ്ഞാലും നമ്മളെ വിട്ടുപോകാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം
പണ്ടത് സ്വാതിയായിരുന്നെങ്കിൽ ഇപ്പോഴാ സ്ഥാനത്ത് വേദയാണെന്ന് മാത്രം. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. വല്ലാത്തൊരു കുരുക്കിലാണ് നീ ചെന്ന് പെട്ടിരിക്കുന്നത്. ഏട്ടത്തിക്കും നിന്നെ വേണം, വേദയ്ക്കും നിന്നെ വേണം. ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് സ്വാതിയെ മതി. പക്ഷെ വേദയോ? അതാണ് സ്വാതി ചോദിക്കുന്നത്. വേദ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ടൊരു ജീവിതം അവൾക്ക് വേണ്ട. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചാലും ഓ, അതൊക്കെ ഓർക്കുന്നുണ്ടോ വേദ ഇപ്പോ? ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചില അവ്യക്തമായ ഓർമ്മകള്, നടന്ന വഴികള്, പഠിച്ച കോളേജ്, എന്നാലും കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല. നീൽ, ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായ അവസ്ഥ എന്താണെന്നറിയാമോ? ഓർമ്മകളില്ലാതാവുന്നത്. സത്യത്തിൽ മനുഷ്യനെന്ന വാക്കിന് നിലനിൽപ്പുണ്ടാവുന്നത് തന്നെ അവൻ ഓർക്കാൻ കഴിയുമ്പോൾ മാത്രമാ. ഞാനൊരു അപ്പൂപ്പൻ താടിയാണ് നീൽ. ഒട്ടും ഭാരമില്ലാത്ത, കാറ്റിനൊപ്പിച്ച് പറന്നു നടക്കുന്ന, ഒടുക്കം ഏതെങ്കിലും ഒരു ചെടിയുടെ കമ്പിൽ കുരുങ്ങിപ്പോകുന്ന എന്നെ ഓർമ്മകളിലേക്ക് അല്പമെങ്കിലും കൈപിടിച്ച് നടത്തിയത് നീലാണ്. ആ യാത്ര പൂർണ്ണമാവണമെങ്കിൽ നമുക്കിനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഒരു യാത്രയാവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ വേദയ്ക്ക്? അതിൽ പങ്കെടുക്കുന്നവർ തമ്മിൽ നല്ല പൊരുത്തമുണ്ടാകുമ്പോഴാ. അവർക്ക് ഒരേ താല്പര്യങ്ങളും ഒരേ ലക്ഷ്യവും ആയിരിക്കണം. അല്ലാത്ത യാത്ര വിരസമായിരിക്കും. എത്രയും പെട്ടെന്ന് അവസാനിച്ചെങ്കിലെന്ന് വിചാരിക്കുന്ന അത്രയും വിരസം. നമ്മുടെ യാത്ര അങ്ങനെ ആയിരിക്കും എന്നാണോ നീല് കരുതുന്നത്? ഒരിക്കലും അല്ല നീൽ. ഞാൻ നീലിന് എപ്പോഴും ഒരു നല്ല ഫ്രണ്ടായിരിക്കും. ഫ്രണ്ട്സ് തമ്മില് സ്നേഹം മാത്രമല്ലേ ഉണ്ടാവൂ? അതെ, ഫ്രണ്ട്സ് മാത്രമായാൽ അങ്ങനെ സംഭവിക്കൂ. അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാതിരിക്കാൻ വേദയ്ക്ക് കഴിയൂ? അതിനപ്പുറത്തേക്കെന്ന് പറയുമ്പോ എന്താ നീൽ ഉദ്ദേശിക്കുന്നേ? നമ്മൾ ഒരുമിച്ചൊരു ലൈഫ് തുടങ്ങുന്നതിനെ കുറിച്ചാണോ? അതെ. അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീൽ. എനിക്കറിയാം എന്റെ പരിമിതി. എന്നാലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, എനിക്കങ്ങനെ ആഗ്രഹിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ചോദിച്ചാൽ, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നെനിക്കറിയാം, എനിക്ക് നീലില്ലാതെ പറ്റില്ല. എന്റെ ജീവന്റെ താളമാണ് നീൽ. യു ആർ മൈ വേൾഡ്, എന്റെ ലോകം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ സംസാരിച്ചു തുടങ്ങിയാലും ഇവിടെ തന്നെ എത്തുമെന്ന്. അതുകൊണ്ട് അത് വിട്ടേക്ക് നീൽ. നമുക്ക് മറ്റെന്തെങ്കിലും പറയാം. സംസാരമൊക്കെ ഇനി പിന്നെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് വീട് വരെ പോണം. എന്തിന്? ആവശ്യമുണ്ട്. എന്നോട് പറഞ്ഞൂടെ? വന്നിട്ട് പറയാം. വന്നിട്ട് പറയാം. അവളെ കാണാൻ പോവാ. പക്ഷേ അവളില്ലല്ലോ അവിടെ. പോയല്ലോ. നീ എന്താടി വിചാരിച്ചത്? എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്നോ? അങ്ങനെ നടന്ന ചരിത്രമില്ലടി. ഒരാളെ കുറച്ചു കാലം, അതിനപ്പുറത്തേക്ക് കബളിപ്പിക്കാൻ കാലം ആരെയും അനുവദിക്കാറില്ല.